ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റഡി ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നിങ്ങൾക്ക് കാണാം 2011 സെൻസസ് ആണ് ഇന്ന് എടുക്കുന്നത്. ഇതിൻ്റെ PYQ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ടോപ്പിക്ക് എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. സോ നമുക്ക് 2011 സെൻസസിൻ്റെ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എന്താണെന്ന് നോക്കാം, എന്തൊക്കെ പോയിൻറ്റ്സ് അതിൽ പഠിക്കാനുള്ളത് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് വരുന്നത് ഈ ഒരു 2011 സെൻസസിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അതായത് 2011 സെൻസസിന് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഡാറ്റാസ് പഠിക്കുന്നതിന് മുമ്പേ ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോയിൻറ്റ്സ് പ്ലസ് ഞാൻ നോക്കി വെച്ചിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ ഇത്. അത് നമുക്ക് PYQ ചെയ്യുമ്പോൾ മോർ എന്താ പറയുക, ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് പഠിച്ച് പോവാം. ഓക്കെ, അപ്പോൾ 2011 സെൻസസ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2011 സെൻസസ് എത്രാമത്തെ സെൻസസ് ആണ്? 15ാമത്തെ സെൻസസ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ സെൻസസിൻ്റെയും ടോട്ടലായിട്ടുള്ള 15th സെൻസസ് ആണ് നമ്മൾ 2011 സെൻസസ്. ഓക്കെ, അതൊരു പോയിൻറ്റ്. ആൻഡ് നെക്സ്റ്റ് പോയിൻറ്റ് 7th സെൻസസ്. അതെന്താ സംഭവം? 7th സെൻസസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 7ാമത്തെ സെൻസസ് ആണ് ഇപ്പോൾ ഉള്ള സെൻസസ്. ഓക്കെ, അപ്പോൾ 15th സെൻസസ് ഓഫ് ഇന്ത്യ, അതുപോലെ 7th സെൻസസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയാണ് 2011 സെൻസസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് തേർഡ് പോയിൻ്റാണ് മോട്ടോ, അല്ലേ? അതിൻ്റെ ആപ്തവാക്യം എന്താണ്? അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. ഓക്കെ, അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. ആൻഡ് സെൻസസ് കമ്മീഷണർ ആരാണ്? സെൻസസ് കമ്മീഷണർ ആയിരുന്നത് C. ചന്ദ്രമൗലിയാണ് സെൻസസ് കമ്മീഷണർ ആയിരുന്നത്. ഓക്കെ, അപ്പോൾ 4 പോയിന്റ് പഠിച്ചു. ഒന്ന് 15th സെൻസസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ 7th സെൻസസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, അതുപോലെ മോട്ടോ എന്ന് പറയുന്നത് അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. ആൻഡ് സെൻസസ് കമ്മീഷണർ ആരായിരുന്നു? C. ചന്ദ്രമൗലിയാണ് സെൻസസ് കമ്മീഷണർ. ഓക്കെ, ആൻഡ് അടുത്ത പോയിൻ്റാണ് എല്ലാ സെൻസസും. ഇപ്പോൾ നമ്മൾ ഒരുപാട് സെൻസസ് കണ്ടക്ട് ചെയ്തു പറഞ്ഞു. ഓൾ ദി സെൻസസ് സിൻസ് 1951 ആർ കണ്ടക്റ്റഡ് അണ്ടർ സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് 1948. ഓക്കെ, 1951 മുതൽക്കുള്ള എല്ലാ സെൻസസും കണ്ടക്ട് ചെയ്തിരുന്നത് സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് 1948 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ 1948 സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് വെച്ചിട്ടാണ് 1951 സെൻസസ് എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് സെൻസസ് കണ്ടക്റ്റഡ് ഇൻ 60 ലാംഗ്വേജസ്. ഓക്കെ, 16 ലാംഗ്വേജസിലാണ് സെൻസസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. 16 ലാംഗ്വേജസിലാണ് സെൻസസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് സെൻസസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 1951 സെൻസസ് ആണ്. ഓക്കെ, നമ്മൾ കുറച്ച് പോയിന്റ്സ് ആയി പഠിക്കുന്നു അല്ലേ. 1951 സെൻസസ് ഫസ്റ്റ് സെൻസസ് ഇൻ ഇന്ത്യയിലാണ് 1951 സെൻസസ് ആണ്. 16 ലാംഗ്വേജിലാണ് നമ്മൾ സെൻസസ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് അടുത്ത പോയിൻ്റാണ് ആർട്ടിക്കിൾ 246 നമ്മുടെ സെൻസസ് പറയുന്നത്. ഓക്കെ, സെൻസസ് സ്റ്റേറ്റഡ് ഇൻ എവിടെയാണ് അല്ലേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 246 ആണ്. ഈ ആർട്ടിക്കിൾ 246 എവിടെ വരുന്നു? ഈ ആർട്ടിക്കിൾ 246 ഏത് ഷെഡ്യൂളാണ്? 7th ഷെഡ്യൂളാണ് കേട്ടോ. കണ്ടോ, 7th ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റിൽ സീരിയൽ നമ്പർ 69 വരുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 246 വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീ പോലെ ചെയ്യുകയാണെങ്കിൽ വരിക കേട്ടോ. 7th ഷെഡ്യൂളിൽ അതിൽ യൂണിയൻ ലിസ്റ്റിലാണ് കിടക്കുന്നത്. യൂണിയൻ ലിസ്റ്റിൽ 69ാമത്തെ സീരിയൽ നമ്പറാണ്. ആ 69 സീരിയൽ നമ്പറിൻ്റെ ഈ ഒരു യൂണിയൻ ലിസ്റ്റ്, ഈ ഒരു സെൻസസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 246. ഓക്കെ, ആൻഡ് മസ്കോട്ട് ഓഫ് 2011 എന്ന് പറയുന്നത് എന്താണ്? എ വിമൺ എന്യൂമറേറ്റർ. ഓക്കെ, വിമൺ എന്യൂമറേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമ്മൾ നോക്കി? 15th സെൻസസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ 15th സെൻസസ് ആണ് നോക്കി. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ 7th സെൻസസ് ആണ്. ആൻഡ് അതിൻ്റെ മോട്ടോ ആണ് അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. ഓക്കെ, ആൻഡ് ഈ ഒരു സെൻസസ് കമ്മീഷൻ ചെയ്തിരിക്കുന്ന ആരാണ്? C. ചന്ദ്രമൗലിയാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. C. ചന്ദ്രമൗലിയാണ് സെൻസസ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് 1948 എന്താണ്? സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് 1948 എന്താണ്? സെൻസസ് 1951 മുതൽക്കുള്ള എല്ലാ സെൻസസും കണ്ടക്ട് ചെയ്തിട്ടുള്ള ഇതാണ് അല്ലേ. ഓക്കെ, ഇൻ 16 ലാംഗ്വേജസ് എന്താണ്? സെൻസസിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് 16 ലാംഗ്വേജസ്. ഓക്കെ, ആൻഡ് 1951 എന്താണ്? 1951 കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് സെൻസസ് ഇൻ ഇന്ത്യ, അത് 1951 ആണ്. ആൻഡ് ആർട്ടിക്കിൾ 246, അതുപോലെ യൂണിയൻ ലിസ്റ്റ് സീരിയൽ നമ്പർ 69, 7th ഷെഡ്യൂളൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്? സെൻസസിനെ ബേസ് വന്നിരിക്കുന്നത് അല്ലേ. സെൻസസ് ഉള്ളത് ഈ ഇതിലാണ്, അതായത് ആർട്ടിക്കിൾ 246 യൂണിയൻ ലിസ്റ്റിലാണ് സെൻസസ് പറയുന്നത്. സീരിയൽ നമ്പർ 69 പറയുന്നു. ഓക്കെ, ആൻഡ് 7th ഷെഡ്യൂളാണ് സെൻസസ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത പോയിൻ്റാണ് എ വിമൺ എന്യൂമറേറ്റർ എന്ന് പറയുന്നത് സെൻസസിൻ്റെ മസ്കറ്റ്
ഓഫ് ഇന്ത്യൻ സെൻസസ് ആണ് ആര്? എ വിമൺ എന്യൂമറേറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് സെൻസസിൽ അങ്ങനെ പോയിന്റ് പഠിക്കരുത്. 15 സെൻസസ് ആണ് അത്, 7th സെൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ, 11 സെൻസസ് അങ്ങനെ പഠിക്കരുത്. എങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ അങ്ങനെ ഓർക്കുക, ജസ്റ്റ് ഓർക്കുക. അപ്പോൾ സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് 1948 എന്താണത്? നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പഠിക്കാം. സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് 1948 അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരമാണത്? ആൻസർ എന്തുമായി ബന്ധപ്പെട്ടാണ്? ഓക്കെ, ഓൾ സെൻസസ്, എല്ലാ സെൻസസും 1951 മുതൽക്ക് എല്ലാ സെൻസസും കണ്ടക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു അത് വെച്ചിട്ടാണ്. അതുപോലെ ആർട്ടിക്കിൾ 246 എന്താ ആർട്ടിക്കിൾ 246 അങ്ങനെ പഠിക്കാം. അപ്പോൾ അതായത് നമ്മളിവിടെ പഠിക്കുന്ന ആർട്ടിക്കിൾ അല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആർട്ടിക്കിൾ അല്ല പഠിക്കുന്നത്. അതുകൊണ്ട് ആർട്ടിക്കിൾ 246 എന്തിനെ കുറിച്ച് ഞാൻ പഠിച്ചത്? അത് സെൻസസിനെ കുറിച്ചാണ് പഠിച്ചത്. അല്ലെങ്കിൽ സെൻസസിൻ്റെ ആർട്ടിക്കിൾ ഏതാ എന്ന് ആലോചിക്കുന്നതൊക്കെ ബെറ്ററാണ് ഞാൻ പഠിക്കുന്ന ഈ ഒരു പോയിന്റ് കേട്ടോ. അതായത് ആർട്ടിക്കിൾ 246 എന്ത് ബേസ് ചെയ്ത് ഞാൻ പഠിച്ചത്? സെൻസസ് ബേസ് ചെയ്ത്. നമ്മൾ ആർട്ടിക്കിളാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ആ ആർട്ടിക്കിളിൻ്റെ അപ്പുറം കിടക്കുന്നു. അതായത് ആർട്ടിക്കിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൻസസ് ആർട്ടിക്കിൾസ് പഠിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 246 സെൻസസ് ആണ്, ആർട്ടിക്കിൾ 247 ഇന്ന സാധനമാണ്, ആർട്ടിക്കിൾ ഇത് 240 ഇന്നതാണ് പറഞ്ഞ് പഠിക്കില്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന സെൻസസ് അതിൻ്റെ ആർട്ടിക്കിൾ എന്തായിരുന്നു അങ്ങനെ വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, അത് കുറച്ചുകൂടെ കണക്റ്റ് ആവും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ബോറടിക്കുമ്പോഴും അതുപോലെ നല്ല ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പഠിച്ചു വയ്ക്കുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് അടുത്ത സൈഡിലേക്ക് പോട്ടെ. ഇവിടെ നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചു. 15 സെൻസ് ഓഫ് ഇന്ത്യ, 7th സെൻസ് ഓഫ്, അതുപോലെ തന്നെ മോട്ടോ, സെൻസസ് കമ്മീഷൻ സി ചന്ദ്രമൗലിയാണ്. സെൻസ് ഓഫ് ഇന്ത്യ 1948 പ്രകാരമാണ് 1951 ഏതെല്ലാം സെൻസസ് വന്നിരിക്കുന്നത്. 6 ലാംഗ്വേജസ് ആണ്. ആൻഡ് 7th ഷെഡ്യൂൾ സീൽ നമ്പർ 69 യൂണിയൻ ലിസ്റ്റ് ആർട്ടിക്കിൾ 246. അതുപോലെ മസ്കോട്ട് 2011 ഇന്ത്യൻ സെൻസസ് ആണ് എ വിമൺ എന്യൂമറേറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിൻ്റാണ് എന്താണ്, നമുക്ക് ഒരു ഇതായിട്ട് പഠിക്കാം അല്ലേ, സെക്സ് റേഷ്യോ കേട്ടോ. ഇത് സെൻസസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സെക്സ് റേഷ്യോ, ലിറ്ററസി റേഷ്യോ, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത്, ഡീക്കേഡൽ ഗ്രോത്ത്, അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. സെക്ഷൻസ്, ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കണം കേട്ടോ. ഇത് ബേസിക് ആയിട്ടുള്ളതാണ്. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക്. പക്ഷേ നമുക്ക് ബേസിക് പഠിക്കുന്നത് അഡ്വാൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. സോ ഫസ്റ്റ് ബേസിക് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. ഇനി മേ ബി ബേസിക് ചോദിച്ചാൽ ബേസിക് പറയണം. സോ ഹയസ്റ്റ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഫസ്റ്റ് നോക്കാം. അതിൽ എല്ലാം 5 വീതങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇപ്പോൾ 5 അഞ്ചാമത്തേത് ഏതാണ്, 4ാമത്തേത് ഏതാണ് തന്നിരിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഫസ്റ്റൊക്കെ ചോദിക്കുന്നത് ഭയങ്കര ഇപ്പോൾ കുറവാണ്. അപ്പോൾ കേരള ഹയസ്റ്റ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് കേരള 1084/1000 അല്ലേ. അതായത് 1084/1000 അങ്ങനെയാണ് പറയുക. അതായത് ഫീമെയിലാണ് ഫസ്റ്റ് പറയുന്നത്. 1000 എന്ന് പറയുന്നത് മെയിലാണ്. ഓക്കെ, വേണ്ട കൊടുക്കാം. അപ്പോൾ കേരളത്തിൽ 1084 കേരളയിൽ എന്താണ്, കേരളയിൽ 1084 സ്ത്രീകളും 1000 പുരുഷന്മാരുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ പുതുച്ചേരി 1037, തമിഴ്നാട് 1996 ആൻഡ് ആന്ധ്രാപ്രദേശ് 1992, ഉത്തർപ്രദേശ് 912. അത് ഇത് ഫീമെയിലിൻ്റെ നമ്പറാട്ടോ കൊടുത്തിരിക്കുന്നത്. 1037 996 പറഞ്ഞാൽ ഫീമെയിൽ നമ്പറാണ്. ബാക്കിയൊക്കെ 1000 ആണ്. അതാണ് ആ ഒരു റേഷ്യോ. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് വരുന്ന 5 സ്റ്റേറ്റ് അല്ല, ഒരു യൂണിയൻ ടെറിട്ടറി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ പഠിച്ചു പോവുക. കേരള, പുതുച്ചേരി, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്. ഓക്കെ, ആൻഡ് ലോവസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ദാമൻ ആൻഡ് ദിയു 618 ആണ്, ബാർ 1000. ദാദർ നഗർ ഹവേലി 724/1000 ഉണ്ട്. ആൻഡ് ചണ്ഡീഗഡ്, ഹരിയാന, പഞ്ചാബ്. ഓക്കെ, ഈ ഒരു ഓർഡർ ഫസ്റ്റ് പഠിക്കാം. ഈ ഓർഡർ ഇങ്ങനെ പഠിക്കണം, ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. അതായത് ഇപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതുച്ചേരിയാണ് പറയേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകാം കേട്ടോ. അതിന് നമ്മൾ സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സ്റ്റേറ്റിലെ സെക്സ് റേഷ്യോ ഫസ്റ്റ് കിടക്കുന്ന കേരള, പിന്നെ അതേ തമിഴ്നാടു ഓൾറെഡി ഉണ്ട്. ആൻഡ് ആന്ധ്രാപ്രദേശ് 3ാമത്തെ, 4ാമത്തെ ഉത്തർപ്രദേശാണ്. ആൻഡ് യൂണിയൻ ടെറിട്ടറിയിൽ ഫസ്റ്റ് എടുക്കുന്നത് പുതുച്ചേരി, ദാമൻ ആൻഡ് ദിയു ആണ്. ആൻഡ് മെയിൽ സെക്സ് റേഷ്യോ, ഫീമെയിൽ സെക്സ് റേഷ്യോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. മെയിൽ സെക്സ് റേഷ്യോ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, 2ാമത് പുതുച്ചേരിയാണ്, 3 തമിഴ്നാട്. ആൻഡ് ഫീമെയിൽ സെക്സ് റേഷ്യോ ഏറ്റവും കൂടുതൽ എവിടെയാണ്, കേരളത്തിലാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റിലെ സെക്സ് റേഷ്യോ ഏറ്റവും കൂടുതൽ കേരള, 2ാമത് തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്. യൂണിയൻ ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ പുതുച്ചേരിയാണ് ഫസ്റ്റ് എടുക്കുന്നത്, ദാമൻ ആൻഡ് ദിയു സെക്കൻഡ്. മെയിൽ സെക്സ് റേഷ്യോ ഏറ്റവും കൂടുതൽ കേരളത്തിൽ, ഏറ്റവും കൂടുതൽ ഫീമെയിൽ സെക്സ് റേഷ്യോ ഉള്ളതും കേരളത്തിലാണ്. ഓക്കെ, ലോവസ്റ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ദാമൻ ആൻഡ് ദിയു ആണ് ലോവസ്റ്റിൽ വരുന്നത്. പിന്നെ ദാദർ നഗർ ഹവേലി, ചണ്ഡീഗഡ്, ഹരിയാന, പഞ്ചാബ്.
ആൻഡ് സ്റ്റേറ്റിലെ സെക്സ് റേഷ്യോ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? ഹരിയാനയാണ് അല്ലേ? ഹരിയാന ഏറ്റവും കൂടുതൽ. ഇവിടെ വരെ 3 യൂണിയൻ ടെറിട്ടറിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഹരിയാന, പഞ്ചാബ് കിടക്കണം അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഹരിയാനയാണ്. ആൻഡ് ജമ്മു കാശ്മീർ, സിക്കിം, പഞ്ചാബ്. ആൻഡ് UT യൂണിയൻ ടെറിട്ടറിയിൽ ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്? ദാമൻ ആൻഡ് ദിയു. ഏറ്റവും കൂടുതലായിട്ട് എന്തായിരിക്കും? കുറവ് ദാമൻ ആൻഡ് ദിയു, ദാദ്ര നഗർ ഹവേലി, ചണ്ഡീഗഡ്. ഇപ്പോൾ ഇത് ഒറ്റ യൂണിയൻ ടെറിട്ടറിയാണ്, പക്ഷേ ആ സമയത്ത് 2 ആയിരുന്നു. ആൻഡ് ചണ്ഡീഗഡ്. പിന്നെ മെയിൽ സെക്സ് റേഷ്യോ ഏറ്റവും കുറവ് ഹരിയാനയാണ്. അതുപോലെ തന്നെ ഫീമെയിലും കുറവ് ഹരിയാനയിലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മെയിൽ സെക്സ് റേഷ്യോയും ഫീമെയിൽ സെക്സ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലും, ഫീമെയിലും മെയിലും ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? ഹരിയാനയാണ്. രണ്ടും സ്റ്റേറ്റ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചു പോകും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് പഠിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ദാമൻ ആൻഡ് ദിയു ആണ് 618, ദാദ്ര നഗർ ഹവേലി 774, ചണ്ഡീഗഡ് 718, ഹരിയാന 877, പഞ്ചാബ് 895. നമ്മൾ ഈ നമ്പർ കൂടി പഠിച്ചു വെക്കണം. ഇപ്പോൾ അതും ചോദിക്കുന്നുണ്ട്, അതാണ് ഈ ഒരു നമ്പർ ഇതിലിട്ടത്. ഓക്കെ, നമ്പർ മീൻസ് അതിൽ എത്രയാണോ അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് ഇന്നത്തെ ഇതിൽ നോക്കാം പോർഷൻ. അതായത് ഈ ഫസ്റ്റത്തെ ഈ ഒരു ഇതും ഫസ്റ്റത്തതും അത് നോക്കാം കേട്ടോ. നമുക്ക് അടുത്തതിൽ ലിറ്ററസി റേറ്റ് 2011 സെൻസസ് അത് നോക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഇത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് MTC എക്സാമൊക്കെ വരുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, ആ ഒരു സെപ്റ്റംബർ എന്തായാലും മിക്കവാറും ആവും. എന്നാണ് കലണ്ടർ വന്നായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ ഈ ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് എൻഡ് ആകുമ്പോഴേക്കും എക്സാം ടൈമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരു ടോപ്പിക്ക് കവറായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിവൈസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ടൈമിലൊക്കെ പഠിക്കുന്നതിനെക്കാട്ടിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ടോപ്പിക്കായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വീക്ക്ലി ആയിട്ട് ഞാൻ വീഡിയോ ഇടാനായിട്ട് നോക്കാം. ഞാൻ എടുക്കുന്ന മോക്കും അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ചിലപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞ ശേഷമായിരിക്കും ഞാൻ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ടൈപ്പ് ചെയ്ത് വയ്ക്കാറുണ്ട്. ഓക്കെ, അത് ഞാൻ ടൈമിനനുസരിച്ചായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, എനിക്ക് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ ഞാൻ ഞാൻ നന്നായിട്ട് ചെയ്താൽ മാത്രമല്ലോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു മോട്ടിവേഷനാണ് കുറച്ചൊരു കൂടെ പഠിക്കൊരു കമ്പൈൻ സ്റ്റഡി പോലെ, പുറത്തു പോകാൻ പറ്റാത്ത ഒരു കമ്പൈൻ സ്റ്റഡി പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. കമൻസിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുക. വീഡിയോസിന് എടുക്കുന്ന രീതി അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന രീതി ഏതൊക്കെ ടൈപ്പാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന എന്തെങ്കിലും സ്ട്രാറ്റജീസിന് എനിക്ക് പറഞ്ഞുതരാം. അങ്ങനെയൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം എക്സാമിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ കഴിഞ്ഞ എക്സാമിന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എന്തായാലും എഴുതാൻ ഉള്ളൊരു ഇതിലാണ്. സോ നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. MTS തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാം. താങ്ക് യു.